കാവ്യ ഗ്രാമത്തിലെ ഏറ്റവും മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. പഠനത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന അവൾക്ക് IPS ഓഫീസർ ആവുക എന്നതായിരുന്നു ഏക ലക്ഷ്യം. പാടവരമ്പത്തിരുന്ന് സ്കൂൾ പുസ്തകങ്ങളിലെ താളുകൾ മറിക്കുമ്പോൾ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളെ നോക്കി അവൾ പറയും, ഒരു നാൾ ഞാനും ഇതേപോലെ ഉയരങ്ങളിൽ എത്തും. അവളുടെ അച്ഛൻ ഒരു പാവം കർഷകക്കാരനാണ്. തന്റെ മകളുടെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും വിധി അവർക്ക് അനുകൂലമായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ട വരൾച്ചയും കൃഷിനാശവും ആ കുടുംബത്തെ തകർത്തു. പണം കടം വാങ്ങിയ പലിശക്കാർ വീട്ടുപടിക്കൽ ഭീഷണി മുഴക്കാൻ തുടങ്ങിയതോടെ കാവ്യയുടെ പഠനം മുടങ്ങി. കോളേജ് അഡ്മിഷനുള്ള ഫോം പൂരിപ്പിക്കാൻ അവൾ അച്ഛനോട് പണം ചോദിച്ച ആ ഉച്ചക്ക് ആ വൃദ്ധൻ അവളുടെ കാൽക്കൽ വീണ് കരഞ്ഞു. മകളെ, നിന്നെ പഠിപ്പിക്കാൻ എന്റെ പക്കൽ പണമില്ല. നീ വിവാഹിതയായി പോയില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നു മരിക്കും. പലിശക്കാർ നമ്മളെ വഴിയാധാരമാക്കും. ഒരു മകളെന്ന നിലയിൽ അച്ഛന്റെ കണ്ണുനീർ അവൾക്ക് സഹിക്കാനായില്ല. ആ നിമിഷം അവളുടെ എല്ലാ സ്വപ്നങ്ങളും ഒരു പഴയ സഞ്ചിയിൽ കെട്ടിവെച്ച് അവൾ ആ വിധിക്ക് കീഴടങ്ങി. ഗ്രാമത്തിലെ ഒരു സാധാരണ ഇരുമ്പ് ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആദിത്യനുമായി കാവ്യയുടെ വിവാഹം ഉറപ്പിച്ചു. ആദിത്യൻ ഒരു പാവ മനുഷ്യനാണ്. പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അധ്വാനിയായ അദ്ദേഹം എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്നു. ആഡംബരങ്ങളില്ലാത്ത ഒരു ചെറിയ ചടങ്ങിലൂടെ കാവ്യ ആദിത്യന്റെ ഭാര്യയായി അവന്റെ കൊച്ചു വീട്ടിലേക്ക് കയറിച്ചെന്നു. മണ്ണും കരിയും പുരണ്ട ആ വീട്ടിലെത്തിയപ്പോൾ കാവ്യക്ക് തന്റെ ജീവിതം അവസാനിച്ചുവെന്നാണ് തോന്നിയത്. വിവാഹശേഷം ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കാവ്യ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. പകൽ മുഴുവൻ വീട്ടുജോലികളിൽ മുഴുകിയ അവൾ രാത്രിയിൽ ആദിത്യൻ ഉറങ്ങുമ്പോൾ ജനാൽക്കൽ പോയിരുന്ന് ചന്ദ്രനെ നോക്കി കരയാറുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ പുസ്തകങ്ങൾ പഴയ പെട്ടിക്കുള്ളിൽ വിശ്രമിച്ചു. ആദിത്യൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച ഭാര്യ ഒരു സാധാരണ പെണ്ണല്ലെന്നും അവൾ മറ്റെന്തോ വലിയ സ്വപ്നം ഉള്ളിൽ പേരുന്നവളാണെന്നും അവന് മനസ്സിലായി. ഒരു രാത്രി ആദിത്യൻ കാവ്യയോട് ചോദിച്ചു, കാവ്യ, നീ എന്തിനാണിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ ഈ വീട് നിനക്ക് ചെറുതായി തോന്നുന്നുണ്ടോ? കാവ്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അല്ല ഏട്ടാ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ കാണുമ്പോൾ എന്റെ ചങ്ക് തകരുന്നു. ദാരിദ്ര്യം കാരണം എനിക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അടുക്കളയിലെ പുകയ്ക്കിടയിൽ ഒതുങ്ങേണ്ടതാണ് എന്റെ വിധിയെന്ന് ഞാൻ കരുതുന്നു. ആദിത്യൻ കുറച്ചു നേരം നിശബ്ദനായി. പിന്നീട് അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അച്ഛന്റെ കയ്യിൽ പണമില്ലായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം നിന്നെ പഠിപ്പിച്ചില്ല. പക്ഷെ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് നിന്റെ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരില്ല. നാളെ മുതൽ നീ വീണ്ടും പഠിച്ചു തുടങ്ങുക. ഞാൻ പഠിച്ചിട്ടില്ലെന്ന് വെച്ച് നിനക്ക് പഠിക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ ഭാര്യ ഒരു വലിയ ഓഫീസർ ആകണം. കാവ്യ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. താൻ സ്നേഹിക്കപ്പെടുന്നത് വെറും ഒരു ഭാര്യ എന്ന നിലയിലല്ല, മറിച്ച് തന്റെ സ്വപ്നങ്ങളെയും മാനിക്കുന്ന ഒരാളാണ് എന്ന തിരിച്ചറിവ് അവളിൽ പുതിയൊരു വെളിച്ചം നിറച്ചു. പക്ഷേ അവരുടെ ജീവിത സാഹചര്യം വളരെ പരിമിതമായിരുന്നു. ആദിത്യന്റെ കുറഞ്ഞ ശമ്പളം കൊണ്ട് വീട്ടുവാടകയും ഭക്ഷണവും കഴിഞ്ഞ് അവളുടെ വലിയ ഫീസുകൾ അടക്കാൻ കഴിയുമോ എന്ന് അവൾ ആശങ്കപ്പെട്ടു. അപ്പോൾ ആദിത്യൻ തന്റെ കൈപ്പത്തികൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. തഴമ്പ് വീണ ആ കൈകൾ കൊണ്ട് അവൻ പറഞ്ഞു, ഈ കൈകൾ കൊണ്ട് കല്ലുടക്കാൻ അറിയാമെങ്കിൽ തന്റെ ഭാര്യയുടെ ജീവിതം പടുത്തുയർത്താനും അറിയാം. നീ നിന്റെ കണ്ണുകളിൽ ആ സ്വപ്നം മാത്രം സൂക്ഷിക്കുക. അത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം എന്റേതാണ്. ആ വാഗ്ദാനം വെറുമൊരു വാക്കായിരുന്നില്ല. അത് ആദിത്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. കാവ്യ വീണ്ടും പുസ്തകങ്ങൾ കയ്യിലെടുത്തു. രാത്രിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ തന്റെ ലക്ഷ്യത്തിനായി പോരാടാൻ തീരുമാനിച്ചു. കാവ്യയുടെ പഠനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതോടെ ആദിത്യന്റെ ജീവിതം ഒരു യുദ്ധക്കളമായി മാറി. ഒരു സാധാരണ തൊഴിലാളിയായ ആദിത്യന് കാവ്യയുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിനും പുസ്തകങ്ങൾക്കും ആവശ്യമായ വലിയ തുക കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ തന്റെ വാക്കിന് ആദിത്യൻ സ്വന്തം ജീവനേക്കാൾ വില നൽകിയിരുന്നു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആദിത്യൻ രാത്രി വൈകുന്നത് വരെ പണിയെടുത്തു. ഫാക്ടറിയിലെ ജോലിക്ക് പുറമെ കല്ല് ചുമക്കാനും ലോറികളിൽ സാധനങ്ങൾ കയറ്റാനുമുള്ള കൂലിപ്പണികളും അവൻ ഏറ്റെടുത്തു. പലപ്പോഴും ഉച്ചഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് ആ പണം അവൻ കാവ്യയുടെ ഫീസിനായി മാറ്റിവെച്ചു. ഫാക്ടറിയിലെ കത്തുന്ന ചൂടിന് മുന്നിൽ നിന്ന് വിയർപ്പൊഴുക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ കാവ്യ ഒരു വലിയ ഓഫീസറായി മാറണമെന്ന്. ഒരിക്കൽ ഫാക്ടറിയിൽ വെച്ച് കഠിനമായ ജോലിക്ക് ശേഷം തളർന്നിരുന്ന ആദിത്യനെ നോക്കി സഹപ്രവർത്തകനായ ബാബു ചോദിച്ചു, ആദിത്യ, നീ എന്തിനാണിങ്ങനെ സ്വയം നശിപ്പിക്കുന്നത്? ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാതെ വെറും ചായ കുടിച്ച് എത്ര നാൾ നീ ഇങ്ങനെ നിൽക്കും?
ആദിത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന്റെ പണം ലാഭിച്ചാൽ എന്റെ കാവ്യക്ക് ഒരു പുതിയ പുസ്തകം കൂടി വാങ്ങാം. അവൾ പഠിച്ചു വലിയ ആളാകുമ്പോൾ എന്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം തീരും. എന്നാൽ ഗ്രാമത്തിലെ അവസ്ഥ മറിച്ചായിരുന്നു. ജനങ്ങൾ ആദിത്യനെ പരിഹസിച്ചു തുടങ്ങിയിരുന്നു. നോക്ക്, വീട്ടിൽ ഉണ്ണാൻ വകയില്ല, അപ്പോഴാണ് ഭാര്യയെ ഓഫീസറാക്കാൻ അവൻ നടക്കുന്നത് എന്നവർ അടക്കം പറഞ്ഞു. ഗ്രാമത്തിലെ പ്രായമായ സ്ത്രീകൾ കാവ്യയെ കുറ്റപ്പെടുത്തി. ആ പാവം ആദിത്യൻ പകൽ മുഴുവൻ കഴുതയെ പോലെ പണിയെടുക്കുന്നു. ഇവൾ ഇവിടെ ഇരുന്ന് വലിയ പുസ്തകങ്ങൾ വായിച്ചു സുഖിക്കുന്നു. നാളെ ഇവൾ വലിയ ഉദ്യോഗസ്ഥയായാൽ ഈ ആദിത്യനെ തന്നെയാകും ആദ്യം മറക്കുന്നത് എന്നവർ പരസ്യമായി പറഞ്ഞു. ഈ വാക്കുകൾ കാവ്യയെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും ആദിത്യൻ അതൊന്നും കാര്യമാക്കിയില്ല. ഒരു രാത്രി ജോലി കഴിഞ്ഞു വന്ന ആദിത്യന്റെ കൈകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് കാവ്യ കരഞ്ഞുപോയി. ഫാക്ടറിയിലെ ഇരുമ്പ് പൈപ്പുകൾ തറച്ചതായിരുന്നു അത്. ഏട്ടാ വേണ്ട, നമുക്ക് ഈ പഠനം നിർത്താം. നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നവൾ കരഞ്ഞു പറഞ്ഞു. ആദിത്യൻ ആ മുറിവുകൾ മറച്ചു പിടിച്ച് തന്റെ കീശയിൽ നിന്ന് കുറച്ച് പണം പുറത്തെടുത്തു. ഇതാ, അടുത്ത 3 മാസത്തിനുള്ള നിന്റെ കോച്ചിങ് ഫീസ്. ഇത് നീ നാളെ തന്നെ പോയി അടക്കണം. ഈ മുറിവുകളല്ല കാവ്യ എനിക്ക് വേദന തരുന്നത്, മറിച്ച് നീ പഠനം നിർത്തും എന്ന് പറയുന്നതാണ്. ഞാൻ ആ വലിയ കസേരയിൽ നിന്നെ കാണുമ്പോൾ എന്റെ എല്ലാ വേദനയും മാറും. ആദിത്യന്റെ ഈ സ്നേഹത്തിനു മുന്നിൽ കാവ്യ നിശബ്ദയായി. തന്റെ ഭർത്താവിന്റെ ഓരോ തുള്ളി വിയർപ്പിനും വലിയ വിലയുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. ഓരോ രാത്രിയിലും ആദിത്യൻ തളർന്നുറങ്ങുമ്പോൾ കാവ്യ അവന്റെ പാദങ്ങൾ തടവിക്കൊടുക്കുമായിരുന്നു. ആ കാലുകളിലെ തഴമ്പുകൾ അവളോട് പറയുന്നത് സ്നേഹത്തിന്റെ വല്ലാത്തൊരു കഥയായിരുന്നു. തന്റെ ഭർത്താവ് അനുഭവിക്കുന്ന ഈ നരകത്തിനു പകരമായി ഒരു മികച്ച വിജയം നൽകണമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. ഇതിനിടയിൽ ആദിത്യൻ സ്വന്തം വസ്ത്രങ്ങളോ സുഖങ്ങളോ നോക്കിയില്ല. വർഷങ്ങളോളം ഒരേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് അവൻ ജോലിക്ക് പോയിരുന്നത്. പലപ്പോഴും രാത്രികളിൽ ഉറക്കം പോലും ഉപേക്ഷിച്ച് അവൻ കാവ്യക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. കാവ്യയുടെ സ്വപ്നം ഇപ്പോൾ ആദിത്യന്റെയും കൂടി സ്വപ്നമായിരുന്നു. ആ ഗ്രാമത്തിലെ ദരിദ്രമായ ആ കൊച്ചുമുറിക്കുള്ളിൽ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും പുതിയൊരു ചരിത്രം എഴുതപ്പെടുകയായിരുന്നു. കാവ്യയുടെ പഠനം 2ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ സങ്കീർണമായി. ഇതിനിടയിലാണ് അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകർന്ന് ഒരു മകൾ ജനിക്കുന്നത്, നവ്യ. എന്നാൽ ആ സന്തോഷത്തിനൊപ്പം തന്നെ വലിയൊരു ഭാരവും ആദിത്യന്റെ തോളിൽ വന്നു ചേർന്നു. ഒരു വശത്ത് കാവ്യയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മറുവശത്ത് പിഞ്ചു കുഞ്ഞിന്റെ പരിചരണവും മരുന്നും ഭക്ഷണവും. ദാരിദ്ര്യം അതിന്റെ എല്ലാ ഭീകരതയോടെയും കൂടി ആ കൊച്ചു വീട്ടിലേക്ക് വീണ്ടും വിരുന്നെത്തി. നവ്യക്ക് പാൽപ്പൊടി വാങ്ങണോ അതോ കാവ്യക്ക് പുതിയ മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ വാങ്ങണോ എന്നതായിരുന്നു ആദിത്യന്റെ മുന്നിലെ അന്നത്തെ പ്രധാന ചോദ്യം. പലപ്പോഴും ആദിത്യൻ രാത്രികളിൽ പോലും ഉറങ്ങിയില്ല. പകൽ ഫാക്ടറിയിലെ കഠിനമായ പണി കഴിഞ്ഞു വന്നാൽ രാത്രിയിൽ സെക്യൂരിറ്റി ഗാർഡായി മറ്റൊരു ജോലി കൂടി അവൻ ഏറ്റെടുത്തു. ഒരു ഉച്ചക്ക് വീട്ടിലെത്തിയ ആദിത്യൻ കണ്ടത് കാവ്യ പുസ്തകങ്ങൾ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ് കരയുന്നതാണ്. അപ്പുറത്തിരുന്ന് നവ്യ നിർത്താതെ കരയുന്നു. എനിക്കിനി ഇത് കഴിയില്ല ഏട്ടാ. ഒരു വശത്ത് ഈ കുഞ്ഞ് കരയുന്നു, മറുവശത്ത് വീട്ടിലെ ഈ പട്ടിണി. എനിക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? എന്റെ തല പൊട്ടുന്നു. കാവ്യയുടെ വാക്കുകളിൽ നിരാശയും ദേഷ്യവും കലർന്നിരുന്നു. ആദിത്യൻ ശാന്തനായി അടുത്തു ചെന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. കാവ്യ, നീ ശാന്തയാകൂ. നീ നിന്റെ പാഠഭാഗം പൂർത്തിയാക്കൂ. ഞാൻ നവ്യയെയും കൊണ്ട് പുറത്തു പോകാം. അവൾ ഉറങ്ങിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിരികെ വരൂ. നിനക്ക് സമാധാനമായി പഠിക്കാൻ ഞാൻ അന്തരീക്ഷം ഒരുക്കാം. ആദിത്യൻ ആ പിഞ്ചു കുഞ്ഞിനെ മാറോടണച്ച് കിലോമീറ്ററുകളോളം ആ തണുത്ത രാത്രിയിൽ നടന്നു. മകൾ ഉറങ്ങുന്നത് വരെ അവൻ തെരുവ് വിളക്കിന് ചുവട്ടിൽ നിന്നു. കാവ്യ പഠിച്ചു തീരുന്നത് വരെ അവൻ തിരികെ പോയില്ല. ഗ്രാമത്തിലെ കളിയാക്കലുകൾ ഇപ്പോൾ അതിര് കിടന്നിരുന്നു. ആദിത്യന്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, ആദിത്യ, നീ എന്തിനാണിങ്ങനെ മണ്ടനാകുന്നത്? നിന്റെ ഭാര്യ പഠിച്ച് ഓഫീസറായാൽ അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? അവൾക്ക് നിന്നെ ഒരു വേലക്കാരനായി മാത്രമേ കാണാൻ കഴിയൂ. ആദിത്യൻ മെല്ലെ പറഞ്ഞു, എന്റെ കാവ്യ അങ്ങനെയുള്ളവളല്ല. അവൾ എന്റെ ഓരോ തുള്ളി വിയർപ്പിന്റെയും വില അറിയുന്നവളാണ്. ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോൾ അവൾ എന്റെ തളർന്ന കൈകൾ തടവിത്തരാറുണ്ട്. അവൾ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. എന്നാൽ ആദിത്യൻ അറിയാതെ കാവ്യയുടെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങിയിരുന്നു. കോച്ചിങ് സെന്ററിലെ വലിയ നഗര ജീവിതവും അവിടെയുള്ള ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള സുഹൃത്തുക്കളും അവളെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. തന്റെ ഭർത്താവ് ഒരു സാധാരണ തൊഴിലാളിയാണെന്ന് പറയാൻ അവൾക്ക് ചെറിയ രീതിയിൽ മടി തോന്നി തുടങ്ങി. എങ്കിലും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആദിത്യന്റെ സഹായം അത്യാവശ്യമാണെന്ന് അവൾ വിചാരിച്ചു. അവസാനം പരീക്ഷാ ദിനങ്ങൾ എത്തി. ആദിത്യൻ തന്റെ അമ്മ നൽകിയ അവസാനത്തെ സ്വർണവള കൂടി പണയപ്പെടുത്തിയാണ് കാവ്യയെ പരീക്ഷ എഴുതാൻ ഡൽഹിയിലേക്ക് അയച്ചത്. നീ പോയി വിജയിച്ചു വരൂ കാവ്യ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അവളെ യാത്രയാക്കി. മകൾ നവ്യയെ
എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് ആദിത്യൻ തന്റെ പ്രിയപ്പെട്ടവളുടെ വിജയത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായിരുന്നു കാവ്യ അവിടെ എഴുതിക്കൊണ്ടിരുന്നത്. ആ വിജയത്തിനു വേണ്ടി ആദിത്യൻ ഹോമിച്ചത് സ്വന്തം യൗവനവും ആരോഗ്യവുമായിരുന്നു. പരീക്ഷാ ഫലം വരുന്ന ദിവസം ആദിത്യൻ തന്റെ ഫാക്ടറിയിൽ പണിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സുഹൃത്ത് ഓടി വന്ന് പറഞ്ഞു, ആദിത്യ, നിന്റെ ഭാര്യ കാവ്യ, അവൾ ജയിച്ചിരിക്കുന്നു. അവൾ ഒരു ഓഫീസർ ആയിരിക്കുന്നു. ഫാക്ടറിയിലെ ആ ചാരനിറമുള്ള പുകയ്ക്കിടയിൽ നിന്ന് ആദിത്യൻ ആകാശത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അത് തന്റെ വിജയമായിരുന്നു, തന്റെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു. ലോകം അവളെ IPS ഓഫീസർ എന്ന് വിളിക്കുമ്പോൾ ആദിത്യൻ കണ്ടത് തന്റെ വിയർപ്പിൽ നിന്ന് വിരിഞ്ഞ ഒരു സ്വപ്നത്തെയായിരുന്നു. കാവ്യ IPS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വാർത്ത ആ ഗ്രാമത്തെ മൊത്തം അത്ഭുതപ്പെടുത്തി. ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യ ഇത്രയും വലിയ നേട്ടം കൈവരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആദിത്യന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ആ നിമിഷം കൊണ്ട് ഇല്ലാതെയാകുമെന്ന് അവൻ വിശ്വസിച്ചു. നാട്ടുകാർ അവനെ അഭിനന്ദിക്കാൻ ഓടിയെത്തി. ആദിത്യ, നീ ഭാഗ്യവാനാണ്, നിന്റെ കഷ്ടപ്പാടിന് ഫലം ലഭിച്ചു എന്നവർ പറഞ്ഞു. എന്നാൽ അപ്പോഴും ആദിത്യൻ ചിന്തിച്ചത് തന്റെ മകൾ നവ്യയുടെ ഭാവിയെക്കുറിച്ചും കാവ്യ ഇനി അനുഭവിക്കാൻ പോകുന്ന ആദരവിനെ കുറിച്ചുമായിരുന്നു. വിജയത്തിനു പിന്നാലെ കാവ്യക്ക് ഹൈദരാബാദിലെ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിന് പോകേണ്ടി വന്നു. യാത്ര തിരിക്കാൻ നേരം ആദിത്യൻ തന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയായ സ്വർണവളകൾ വിറ്റുകിട്ടിയ പണം കാവ്യയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ കാവ്യ, അവിടെ നിനക്കിതിന്റെ ആവശ്യമുണ്ടാകും. നവ്യയെക്കുറിച്ച് നീ ഒട്ടും വിഷമിക്കേണ്ട, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നവൻ പറഞ്ഞു. കാവ്യ അന്ന് ആദിത്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവളുടെ കണ്ണുകളിൽ പഴയ സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് ആദിത്യൻ തിരിച്ചറിഞ്ഞില്ല. പരിശീലന കേന്ദ്രത്തിലെത്തിയതോടെ കാവ്യയുടെ ലോകം പൂർണ്ണമായും മാറി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ ആളുകൾക്കിടയിലായിരുന്നു അവൾ. അവിടെയുള്ള ചർച്ചകളും ജീവിത രീതികളും അവളെ അടിമുടി മാറ്റിമറിച്ചു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ബിസിനസ്സുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തന്റെ ഭർത്താവ് ഒരു ഫാക്ടറിയിലെ കൂലിപ്പണിക്കാരനാണെന്ന് പറയാൻ കാവ്യക്ക് മടി തോന്നി. ക്രമേണ അവൾ ആ സത്യം മറച്ചുവെക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ആദിത്യൻ വിളിക്കുമ്പോഴെല്ലാം കാവ്യ തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ ഒഴിവാക്കി. ഒരു ദിവസം നവ്യക്ക് നല്ല പനി ബാധിച്ചപ്പോൾ ആദിത്യൻ പരിഭ്രാന്തിയോടെ കാവ്യയെ വിളിച്ചു. കാവ്യ, മോൾക്ക് നല്ല പനിയാണ്, അവൾ നിന്നെ തിരക്കുന്നുണ്ട്, നീ ഒന്ന് അവളോട് സംസാരിക്കോ എന്ന് ആദിത്യൻ അപേക്ഷിച്ചു. എന്നാൽ കാവ്യയുടെ മറുപടി ക്രൂരമായിരുന്നു. ആദിത്യ, ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ്. പനിയാണെങ്കിൽ ഡോക്ടറെ കാണിക്കൂ, എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു ഓഫീസറാണ്, വെറുമൊരു വീട്ടമ്മയല്ല എന്ന് നീ ഓർക്കണം. ആ വാക്കുകൾ ആദിത്യന്റെ ഹൃദയത്തിൽ ഒരു ആണി തറച്ചതുപോലെ വേദനയുണ്ടാക്കി. പരിശീലനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ കാവ്യക്ക് വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത്. ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് അവളെ വരവേറ്റു. ആൾക്കൂട്ടത്തിനിടയിൽ മകളെയും എടുത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിന്ന ആദിത്യനെ കണ്ടപ്പോൾ കാവ്യക്ക് വല്ലാതെ അപമാനം തോന്നി. തന്റെ ഉന്നതരായ സുഹൃത്തുക്കൾ അവനെ ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ മനഃപൂർവ്വം മാറി നിന്നു. ഒരു സുഹൃത്ത് ചോദിച്ചു, കാവ്യ, ആരാണ് ആ മനുഷ്യൻ? നിന്നെ നോക്കി വിളിക്കുന്നുണ്ടല്ലോ. കാവ്യ ഒട്ടും മടിക്കാതെ പറഞ്ഞു, ഓ, അതെന്റെ ഗ്രാമത്തിലുള്ള ആളാകും, എനിക്ക് സാധനങ്ങൾ എത്തിച്ചു തരാൻ വന്നതാകും. തന്റെ ജീവിതം തുന്നിച്ചേർക്കാൻ രാത്രിയും പകലും അധ്വാനിച്ച മനുഷ്യനെ വെറുമൊരു അപരിചിതൻ എന്ന് വിളിക്കുമ്പോൾ കാവ്യയുടെ മനസ്സൊട്ടും ഇടറിയില്ല. അധികാരം നൽകിയ അഹങ്കാരം അവളുടെ കണ്ണുകളെ മൂടിക്കഴിഞ്ഞിരുന്നു. ആദിത്യൻ അപ്പോഴും വിചാരിച്ചത് കാവ്യ വലിയ തിരക്കിലായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാത്തതാകും എന്നാണ്. തന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ തനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന പാവ മനുഷ്യൻ അറിഞ്ഞില്ല. സ്നേഹത്തിനു പകരം പദവിയും പണവും പ്രധാനമായി കാണുന്ന ഒരു പുതിയ കാവ്യയാണ് തന്റെ മുന്നിലുള്ളതെന്ന് ആദിത്യൻ പതിയെ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. കാവ്യക്ക് ഒരു പ്രധാന ജില്ലയിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായി നിയമനം ലഭിച്ചു. അതോടെ അവളുടെ ജീവിതം ആഡംബരത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു. വലിയ സർക്കാർ ബംഗ്ലാവ്, ഔദ്യോഗിക വാഹനം, സെല്യൂട്ട് അടിക്കുന്ന പോലീസുകാർ, ആവശ്യത്തിന് വേലക്കാർ, ഇതെല്ലാം കാവ്യയുടെ ഉള്ളിലെ പഴയ ഗ്രാമീണ പെൺകുട്ടിയെ പൂർണ്ണമായും കൊന്നുകളഞ്ഞു. താൻ നേടിയെടുത്ത ഈ പദവി തന്റെ മാത്രം കഴിവാണെന്നും ആദിത്യന്റെ പങ്ക് വെറുമൊരു സാമ്പത്തിക സഹായം മാത്രമായിരുന്നുവെന്നും അവൾ സ്വയം വിശ്വസിച്ചു തുടങ്ങി. ആദിത്യൻ തന്റെ ഗ്രാമത്തിലെ ജോലി അവസാനിപ്പിച്ച് മകളുമായി കാവ്യയുടെ ബംഗ്ലാവിലേക്ക് താമസം മാറി. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് അപമാനത്തിന്റെ നാളുകളായിരുന്നു. ആദിത്യൻ ബംഗ്ലാവിന്റെ പടി കയറിയപ്പോൾ തന്നെ കാവ്യ അവനെ തടഞ്ഞു. ആദിത്യ, ഈ ചെരുപ്പ് പുറത്ത് ഊരിയിട്, ഇത് നിന്റെ പഴയ വീടല്ല, ഇവിടെ വലിയ വലിയ ആളുകൾ വരാനുള്ളതാണ്. നീ നിന്റെ ഈ പഴയ വേഷവും രീതികളും മാറ്റാതെ ഇവിടെ നടന്നാൽ എന്റെ അന്തസ്സിന് അത് കുറച്ചിലുണ്ടാക്കും. ആദിത്യൻ അത്ഭുതപ്പെട്ടുപോയി. താൻ അധ്വാനം ചെയ്ത് നേടിയെടുത്ത പണം കൊണ്ട് പഠിച്ചവൾ ഇന്ന് തന്റെ വസ്ത്രത്തെയും രീതിയെയും കളിയാക്കുന്നു.
എങ്കിലും മകൾക്ക് വേണ്ടിയും കാവ്യയോടുള്ള സ്നേഹം കൊണ്ടും അവനെല്ലാം സഹിച്ചു. ബംഗ്ലാവിലെ ഓരോ ദിവസവും ആദിത്യന് നഗരതുല്യമായിരുന്നു. കാവ്യ തന്റെ ഉന്നതരായ സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ആദിത്യനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിടാൻ അവൾ ശ്രദ്ധിച്ചു. നിന്റെ നാടൻ സംസാരവും രൂപവും കണ്ടാൽ അവർ എന്ത് വിചാരിക്കും? ഒരു വലിയ IPS ഓഫീസറുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണെന്ന് അറിഞ്ഞാൽ എന്റെ പ്രൊമോഷനെ പോലും അത് ബാധിക്കും എന്നവൾ അവനോട് കർക്കശമായി പറഞ്ഞു. ആദിത്യൻ ഒരു തടവുകാരനെ പോലെ സ്വന്തം വീട്ടിൽ കഴിയാൻ നിർബന്ധിതനായി. ഒരിക്കൽ ഒരു വിദേശ ബിസിനസ്സുകാരനും ഭാര്യയും കാവ്യയെ കാണാൻ വന്നു. ചർച്ചയ്ക്കിടയിൽ ആദിത്യൻ ചായയുമായി അവിടേക്ക് ചെന്നു. അതിഥികൾ ആദിത്യനെ നോക്കി ചോദിച്ചു, ഇതാരാണ് കാവ്യ? നിന്റെ സഹോദരനാണോ? കാവ്യ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു, അല്ല, ഇത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളാണ്. കുറച്ച് വിവരക്കുറവുണ്ട്, പക്ഷേ വിശ്വസ്തനാണ്. ആ വാക്കുകൾ കേട്ട് ആദിത്യന്റെ കയ്യിലിരുന്ന ചായക്കപ്പുകൾ വിറച്ചു. തന്നെ ലോകത്തിനു മുന്നിൽ ഒരു വേലക്കാരനായി ചിത്രീകരിച്ച ഭാര്യയെ അവൻ വേദനയോടെ നോക്കി. രാത്രിയിൽ ആദിത്യൻ കാവ്യയോട് ചോദിച്ചു, കാവ്യ, നീ എന്തിനാണ് എന്നെ കുറിച്ച് നുണ പറഞ്ഞത്? ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഫാക്ടറിയിൽ ചോര നീരാക്കിയ ആളല്ലേ? അന്ന് നിനക്ക് ഈ കൈകളിലെ കരിയും വിയർപ്പും പ്രശ്നമായിരുന്നില്ലല്ലോ. കാവ്യ ദേഷ്യത്തോടെ എഴുന്നേറ്റു. അതൊക്കെ പഴയ കഥയാണ് ആദിത്യ. അന്ന് എനിക്ക് നിന്നെ ആവശ്യമായിരുന്നു. ഇന്ന് നീ എനിക്കൊരു തടസ്സമാണ്. നിനക്കിവിടെ കഴിയണമെങ്കിൽ ഒരു അദൃശ്യ മനുഷ്യനായി കഴിയുക, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാം. മകൾ നവ്യ അപ്പോഴേക്കും സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു. അവൾ അമ്മയെ കാണാൻ കൊതിച്ചിരുന്നുവെങ്കിലും കാവ്യക്ക് മകളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയമില്ലായിരുന്നു. കാവ്യയുടെ ലോകം ഇപ്പോൾ ഫയലുകൾക്കും VIP പാർട്ടികൾക്കും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയിലായിരുന്നു. ആദിത്യൻ ആ വീട്ടിൽ ഒരു അനാഥനെ പോലെയായി. താൻ വളർത്തിയെടുത്ത ചെടി ഇന്ന് വിഷഫലങ്ങൾ നൽകുന്നതായി അവന് തോന്നി. എന്നിട്ടും തന്റെ മകളുടെ ഭാവിയോർത്ത് അവൻ ആ അപമാനങ്ങളെല്ലാം മൗനമായി വിഴുങ്ങി. കാവ്യയുടെ IPS പദവിയിലെ പ്രമോഷന്റെ ഭാഗമായി ഒരു ഗംഭീര വിരുന്ന് ബംഗ്ലാവിൽ ഒരുക്കിയിരുന്നു. നഗരത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ബിസിനസ് പ്രമുഖരും അവിടെ അതിഥികളായി എത്തി. ആദിത്യനെ ഒരു കാരണവശാലും പുറത്ത് കാണിക്കരുതെന്ന് കാവ്യ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. ആദിത്യ, ഇന്ന് രാത്രി നീ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിന്റെ രൂപം കണ്ടാൽ എന്റെ അന്തസ് ഇല്ലാതാകും എന്നവൾ ആവർത്തിച്ചു. ആദിത്യൻ മകളെയും കൊണ്ട് മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. എന്നാൽ പാർട്ടിക്കിടയിൽ മകൾ നവ്യ അമ്മയെ കാണണമെന്നും അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നും വാശി പിടിച്ചു. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ വഴിയില്ലാതെ ആദിത്യൻ അവളെയും എടുത്ത് ഹാളിലേക്ക് ചെന്നു. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച അതിഥികൾക്കിടയിൽ സാധാരണക്കാരനായ ആദിത്യൻ ഒരു പിഞ്ചു കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട് എല്ലാവരും നിശബ്ദരായി. എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. കാവ്യ ഒരു മന്ത്രിയോടും വലിയൊരു ബിസിനസ്സുകാരനോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവർ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ. ഇദ്ദേഹമാണോ നിങ്ങളുടെ ഭർത്താവ്? കാവ്യയുടെ മുഖം വിളറി. അവൾക്ക് ചുറ്റുമുള്ളവർക്ക് മുന്നിൽ നാണം കെട്ടതുപോലെ തോന്നി. അവൾ പെട്ടെന്ന് നുണ പറഞ്ഞു, ഇതൊരു സാധാരണക്കാരനാണ്. ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരനാണ്. വീട്ടുകാര്യങ്ങൾ നോക്കാൻ നിർത്തിയ ആളാണ്. എന്റെ ഭർത്താവ് വിദേശത്ത് വലിയ ബിസിനസ് നടത്തുകയാണ്. ആദിത്യന് അത് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. സ്വന്തം ഭാര്യ തന്നെ ഒരു വേലക്കാരനാക്കി തരം താഴ്ത്തിയത് അവനെ തകർത്തു. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, കാവ്യ, നുണയുടെ മുകളിൽ പടുത്തുയർത്തുന്ന കൊട്ടാരങ്ങൾ പെട്ടെന്ന് തകരും. ആ സാറിനോട് പറയൂ, നിന്റെ ഭർത്താവ് വിദേശത്തല്ല, ഈ നഗരത്തിലെ ഒരു ഇരുമ്പ് ഫാക്ടറിയിൽ ചോര നീരാക്കിയ ആളാണെന്ന്. ഹാളിൽ നിശബ്ദത പടർന്നു. അതിഥികൾ പരസ്പരം നോക്കി മുറുമുറുക്കാൻ തുടങ്ങി. അപമാനം സഹിക്കവയ്യാതെ കാവ്യ നിയന്ത്രണം വിട്ടു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ആദിത്യന്റെ കരണത്തടിച്ചു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ വാക്ക് തടയാൻ? നിന്റെ യോഗ്യത എന്താണ്? ഒരു കൂലിപ്പണിക്കാരൻ. നീ എന്നെ പഠിപ്പിച്ചു എന്നത് ഒരു വലിയ ഉപകാരമൊന്നുമല്ല. നീ എത്ര പണം എനിക്ക് വേണ്ടി ചെലവാക്കിയോ അതൊക്കെ ഞാൻ തിരികെ നൽകാം. നിന്റെ മുഷിഞ്ഞ രൂപവും മണവും എനിക്ക് സഹിക്കാനാവില്ല. ഇപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. അവൾ തന്റെ ബാഗിൽ നിന്ന് കെട്ടുകണക്കിന് പണം എടുത്ത് ആദിത്യന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഇതാ നിന്റെ പണം. ഇനി നിന്നെ എന്റെ ഭർത്താവ് എന്ന് വിളിക്കരുത്. ഈ മകളെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകൂ. ആദിത്യൻ ആ പണം നോക്കിയില്ല. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൻ ശാന്തമായി പറഞ്ഞു, നീ ഇന്ന് അടിച്ചത് എന്റെ മുഖത്തല്ല കാവ്യ. 18 മണിക്കൂർ പണിയെടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ വിശ്വാസത്തിനാണ്. ഞാൻ മണ്ണിലെ പൊടിയായിരിക്കാം, പക്ഷെ ഓർക്കുക, ആകാശം എത്ര ഉയർന്നതാണെങ്കിലും അത് നിലനിൽക്കുന്നത് ഈ മണ്ണിന്റെ മുകളിലാണ്. എന്നെ തോൽപ്പിച്ച നീ ഇന്ന് വലിയ ഉയരങ്ങളിലായിരിക്കാം, പക്ഷെ വീഴുമ്പോൾ ഏൽക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും. ആദിത്യൻ നവ്യയെയും എടുത്ത് ആ വലിയ ബംഗ്ലാവിന്റെ പടികൾ ഇറങ്ങി. താൻ സ്നേഹിച്ച, താൻ പടുത്തുയർത്തിയ കാവ്യ മരിച്ചു കഴിഞ്ഞുവെന്ന് അവൻ മനസ്സിലാക്കി.
പിന്നിൽ അതിഥികളുടെ ചിരിയും കാവ്യയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ രാത്രി ആദിത്യൻ ഒരു കാര്യം ഉറപ്പിച്ചു. തന്നെയും തന്റെ സ്നേഹത്തെയും തള്ളി പറഞ്ഞവൾക്ക് മുന്നിൽ പദവി കൊണ്ടല്ല, വ്യക്തിത്വം കൊണ്ട് വലിയൊരാളായി താൻ തിരിച്ചു വരും. ആദിത്യൻ അവന്റെ പഴയ ഗ്രാമത്തിലേക്ക് മടങ്ങിയില്ല. പകരം നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള ഒരു ചെറിയ കുടിലിൽ അവൻ താമസം തുടങ്ങി. അവന്റെ കയ്യിൽ സമ്പാദ്യമായി അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങളോളം ഫാക്ടറിയിൽ ഇരുമ്പുമായി മല്ലിട്ട അനുഭവം അവന് കൂട്ടുണ്ടായിരുന്നു. അവൻ പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ ശേഖരിക്കാനും അതുപയോഗിച്ച് ചെറിയ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാനും തുടങ്ങി. പകൽ മുഴുവൻ അധ്വാനം ചെയ്ത അവൻ രാത്രിയിൽ നവ്യയെ ചേർത്തു പിടിച്ചുറങ്ങി. ഒരു സുഹൃത്ത് ഒരിക്കൽ അവനോട് ചോദിച്ചു, ആദിത്യ, നീ എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത്? രാത്രി മുഴുവൻ ഉറങ്ങാതെ ഈ പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച് നീ എന്ത് ചെയ്യാനാണ്? ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ അധ്വാനം കൊണ്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് നൽകിയതോടെ അവന്റെ ബിസിനസ് പച്ചപിടിച്ചു തുടങ്ങി. ഫാക്ടറിയിലെ ഓരോ ചലനവും അവൻ നേരിട്ട് നിയന്ത്രിച്ചു. താൻ സ്വപ്നം കണ്ട സാമ്രാജ്യം വളർത്തിയെടുക്കുമ്പോഴും തന്റെ മകളുടെ കാര്യത്തിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തില്ല. നവ്യയെ നഗരത്തിൽ ഏറ്റവും മികച്ച സ്കൂളിൽ ചേർത്തു. അവൾക്ക് വേണ്ടിയുള്ളതെല്ലാം അവൻ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ആദിത്യന്റെ ആ കൊച്ചു വർക്ക്ഷോപ്പ് ഇന്ന് നഗരത്തിലെ ഏറ്റവും വലിയ ആദിത്യ സ്റ്റീൽസ് എന്ന ഫാക്ടറിയായി മാറി. ആദിത്യൻ ഇന്നൊരു വലിയ ബിസിനസ് പ്രമുഖനാണ്. വില കൂടിയ വാഹനങ്ങളും വലിയ വീടും അവന് സ്വന്തമായി. പഴയ ദാരിദ്ര്യം അവൻ മറന്നില്ല. തന്റെ പഴയ ഗ്രാമത്തിലെ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും അവൻ വലിയ തോതിൽ സഹായം നൽകി. ഒരു വശത്ത് ആദിത്യൻ വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ മറുവശത്ത് അഹങ്കാരമൂത്ത കാവ്യ നാശത്തിന്റെ പാതയിലായിരുന്നു. നവ്യ തന്റെ അച്ഛന്റെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്നതുകൊണ്ട് അവൾ വിനയമുള്ളവളായി വളർന്നു. അവൾക്ക് സിവിൽ സർവീസ് നേടിക്കൊടുക്കുക എന്നതായിരുന്നു ആദിത്യന്റെ അടുത്ത ലക്ഷ്യം. തന്റെ വിയർപ്പിൽ നിന്ന് താൻ കെട്ടിപ്പൊക്കിയ ഈ ബിസിനസ് സാമ്രാജ്യം ആദിത്യന് വെറുമൊരു വരുമാനമായിരുന്നില്ല, മറിച്ച് തന്നെ അപമാനിച്ചവർക്കുള്ള മറുപടിയായിരുന്നു. ആകാശത്തെ തൊടാൻ വെമ്പുന്ന വലിയ വലിയ കെട്ടിടങ്ങളിലേക്ക് നോക്കി ആദിത്യൻ ചിന്തിച്ചു. അതെ, ആകാശം ഉയരത്തിലായിരിക്കാം, പക്ഷെ അത് നിലനിൽക്കുന്നത് ഈ മണ്ണിലാണ്. ആദിത്യൻ തന്റെ ജീവിതം പടുത്തുയർത്താൻ കഠിനമായി പരിശ്രമിച്ചപ്പോൾ കാവ്യ അധികാരത്തിന്റെ ലഹരിയിൽ കൂടുതൽ അന്ധയാവുകയായിരുന്നു. നിയമവും നീതിയും തന്റെ കൈവേളയിലാണെന്ന് അവൾ വിശ്വസിച്ചു. രാഷ്ട്രീയക്കാരുടെയും അഴിമതിക്കാരായ ബിസിനസ്സുകാരുടെയും കൂട്ടുപിടിച്ച് അവൾ വലിയ തോതിൽ പണം സമ്പാദിക്കാൻ തുടങ്ങി. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അവൾ അവഗണിച്ചു. പാവപ്പെട്ടവരോടുള്ള അവളുടെ പെരുമാറ്റം ക്രൂരമായിരുന്നു. താൻ നേടിയെടുത്ത IPS പദവി സേവനത്തിനല്ല, മറിച്ച് തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് അവൾ ഉപയോഗിച്ചത്. ഒരിക്കൽ ഒരു പാവപ്പെട്ട കുടുംബം നീതി തേടി കാവ്യയുടെ ഓഫീസിലെത്തി. എന്നാൽ തന്റെ ആഡംബര പാർട്ടികൾക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞ് അവൾ അവരെ ആക്ഷേപിച്ചു പുറത്താക്കി. നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് എന്റെ സമയം കളയാൻ അവകാശമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. കാവ്യയുടെ ഈ മാറ്റങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും സർക്കാർ അന്വേഷണം ആരംഭിച്ചു. ഒരു ദിവസം പുലർച്ചെ കാവ്യ തന്റെ വലിയ ബംഗ്ലാവിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വിജിലൻസ് സംഘം അവിടെ റെയ്ഡ് നടത്തി. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തും സ്വർണവും രേഖകളും അവിടെ നിന്ന് പിടിച്ചെടുത്തു. കാവ്യയുടെ അധികാരത്തിന്റെ തിളക്കം ആ നിമിഷം കെട്ടടങ്ങി. മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷമാക്കി. ഇന്നലെ വരെ അവൾക്ക് സെല്യൂട്ട് അടിച്ചവർ ഇന്ന് അവളെ പരിഹാസത്തോടെ നോക്കി. ആദിത്യനെ പുറത്താക്കിയ അതേ പടികളിലൂടെ കൈവിലങ്ങുമായി കാവ്യയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. അഴിമതി കേസിൽ വിചാരണ നേരിട്ട കാവ്യക്ക് 3 വർഷത്തെ തടവു ശിക്ഷ വിധിച്ചു. കോടതിയിൽ വെച്ച് അവൾ തന്റെ പഴയ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും നോക്കി. എന്നാൽ ഒരാൾ പോലും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായില്ല. പാർട്ടികളിൽ കൂടെയുണ്ടായിരുന്നവർ അവളെ തള്ളി പറഞ്ഞു. അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു: ജോലി, പദവി, പണം. ജയിലിനുള്ളിലെ ഓരോ നിമിഷവും കാവ്യക്ക് നരകമായിരുന്നു. താൻ പണ്ട് ആദിത്യനോട് പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നീ മണ്ണിലെ പൊടിയാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആദിത്യൻ പണ്ട് തനിക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കിയ ഓരോ രൂപക്കും ഇന്ന് താൻ സമ്പാദിച്ച കോടികളേക്കാൾ മൂല്യമുണ്ടായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ജയിൽ മുറിയിലെ തണുത്ത തറയിൽ കിടക്കുമ്പോൾ അവൾ തന്റെ മകൾ നവ്യയെ ഓർത്ത് കരഞ്ഞു. ആദിത്യൻ ഇന്ന് എവിടെയായിരിക്കും? അവൻ എന്ത് ചെയ്യുന്നുണ്ടാകും? അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ആദിത്യൻ ഒരു വലിയ
വ്യവസായിയായി മാറിയ കാര്യം പതിവില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായി മാറിയപ്പോൾ മാത്രമാണ് ബന്ധങ്ങളുടെ വില കാവ്യ തിരിച്ചറിഞ്ഞത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ തനിക്ക് മുന്നിൽ ഒന്നും ഉണ്ടാകില്ലെന്ന സത്യം അവളെ ഭയപ്പെടുത്തി. 3 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം കാവ്യ പുറത്തിറങ്ങുമ്പോൾ അവളുടെ ലോകം പൂർണ്ണമായും മാറിപ്പോയിരുന്നു. ഇന്നലെ വരെ അവൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നവർ ഇന്ന് അവളെ കാണുമ്പോൾ മുഖം തിരിച്ചു. പഴയ സുഹൃത്തുക്കളും ബന്ധുക്കളും അവളെ പാടെ ഉപേക്ഷിച്ചു. കയ്യിൽ പണമില്ലാതെ, അന്തസ്സില്ലാതെ, വിശപ്പടക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അവൾ തെരുവിലായി. അഴിമതിക്കാരിയായ ഓഫീസർ എന്ന ലേബൽ കാരണം ആരും അവൾക്കൊരു ജോലി നൽകാൻ തയ്യാറായില്ല. പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് നഗരത്തിലെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ കാവ്യ ഒടുവിൽ ജോലിക്കായി ഒരു വലിയ കമ്പനിയുടെ മുന്നിലെത്തി. ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന വലിയ ബോർഡ് ആ ഗേറ്റിന് മുന്നിൽ തൂങ്ങിക്കിടന്നിരുന്നു. അവിടെ സെക്യൂരിറ്റി ഗാർഡിനോട് അവൾ കാല് പിടിച്ച് പറഞ്ഞു, സർ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? തൂത്തുവാരാനോ പാത്രം കഴുകാനോ ഞാൻ തയ്യാറാണ്. അത്രക്ക് വിശക്കുന്നു. എന്നാൽ ആ സെക്യൂരിറ്റി ഗാർഡ് അവളെ ആട്ടി ഓടിച്ചു. പഴയ IPS ഓഫീസറല്ലേ നീ? നിന്നെപ്പോലെ കള്ളത്തരം കാട്ടിയവൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഇവിടുന്ന് പോകൂ. ഞങ്ങളുടെ സാറിന്റെ കാർ വരാനുള്ള സമയമായി. അല്പസമയത്തിനകം തിളങ്ങുന്ന ഒരു ആഡംബര കാർ ആ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ കാവ്യയുടെ ശ്വാസം നിലച്ചുപോയി. അത് ആദിത്യനായിരുന്നു. പഴയ ആ കൂലിപ്പണിക്കാരനല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് പ്രമുഖൻ. കോട്ടും സ്യൂട്ടും ധരിച്ച് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ കാവ്യക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആദിത്യൻ കാറിൽ നിന്നിറങ്ങി പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ കാവ്യ അവന്റെ മുന്നിലേക്ക് വീണു. ആദിത്യ, ആദിത്യ, എന്നെ തിരിച്ചറിഞ്ഞോ? അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാലുകൾ പിടിച്ചു. ആദിത്യൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. തന്റെ മുന്നിൽ അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമായി ഒരു യാചകിയെ പോലെ കിടക്കുന്നത് താൻ സ്നേഹിച്ച, തന്നെ അപമാനിച്ച തന്റെ ഭാര്യയാണെന്ന് അവന് വിശ്വസിക്കാനായില്ല. ആദിത്യൻ ശാന്തനായി അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ പഴയ പകയോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. പകരം ആഴത്തിലുള്ള ഒരു സങ്കടം മാത്രം. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. കാവ്യ, നീ എന്താണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നീ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ മണ്ണിലെ പൊടിയാണ്. പക്ഷെ ആ മണ്ണിൽ പണിയെടുത്താണ് ഞാൻ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. പദവി കൊണ്ട് നീ ആകാശത്തോളം ഉയർന്നപ്പോൾ നിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നീ അറിഞ്ഞില്ല. കാവ്യ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആദിത്യ, എനിക്ക് തെറ്റുപറ്റി. അഹങ്കാരം എന്റെ കണ്ണുകളെ മൂടിയിരുന്നു. ഞാൻ നിന്നെയും നമ്മുടെ മകളെയും തള്ളിപ്പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. വിശപ്പടക്കാൻ ഒരു ജോലി തന്ന് എന്നെ സഹായിക്കൂ. ആ നിമിഷം കാവ്യയുടെ മുന്നിൽ വന്നത് മറ്റൊരു യുവതിയായിരുന്നു. അത് നവ്യയായിരുന്നു. ഇന്ന് അവൾ അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നെടും തൂണാണ്. തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയെ കണ്ടപ്പോൾ നവ്യയുടെ ഉള്ളിൽ പഴയ വേദനകൾ ഇടിച്ചു കയറി. തന്നെയും അച്ഛനെയും നടുറോട്ടിൽ ഉപേക്ഷിച്ചു പോയ ആ രാത്രി അവൾക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. കാവ്യ കരഞ്ഞുകൊണ്ട് മകളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. മോളെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്റെ അമ്മയാണ്. എന്നാൽ നവ്യ ശാന്തമായി തന്റെ കൈ പിൻവലിച്ചു. അവൾ പറഞ്ഞു, ക്ഷമിക്കണം മാഡം. ഞാനൊരു പെട്ടിയിൽ സൂക്ഷിച്ച പഴയ ഫോട്ടോയിൽ കണ്ട് എന്റെ അമ്മ ഒരു ഓഫീസറായിരുന്നു. പക്ഷെ ആ അമ്മക്ക് ഹൃദയമില്ലായിരുന്നു. ഇന്നെന്റെ മുന്നിൽ നിൽക്കുന്നത് വിശപ്പും ദാരിദ്ര്യവും കൊണ്ട് തളർന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. കാരണം വെറുപ്പ് കൊണ്ട് നടന്നാൽ അത് നമ്മളെ തന്നെയാണ് ദഹിപ്പിക്കുക എന്നെന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദിത്യൻ ഇടപെട്ടു. അവൻ കാവ്യയോട് പറഞ്ഞു, കാവ്യ, നീ എന്നെ പുറത്താക്കിയ അന്ന് രാത്രി തന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരുന്നു. ഞാൻ പക വീട്ടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നു. നന്ദികേട് കാണിച്ച നിന്നോട് എനിക്ക് ദേഷ്യമില്ല. മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും നീ നിന്റെ ധർമ്മം മറന്നതിലാണ് എനിക്ക് വിഷമം. നീ പറഞ്ഞതുപോലെ നീ ആകാശമായിരുന്നു. പക്ഷേ ആകാശം എത്ര ഉയർന്നതായാലും പക്ഷികൾക്ക് വിശ്രമിക്കാൻ മണ്ണിൽ തന്നെ ഇറങ്ങി വരണമെന്ന് നീ മറന്നുപോയി. നവ്യ അച്ഛനെ നോക്കി പറഞ്ഞു. അച്ഛാ, ഇവർ നമ്മുടെ കമ്പനിയിൽ ക്ലീനിംഗ് ജോലിക്കായി വന്നതാണ്. പക്ഷെ ഇവരെ ആ ജോലിക്ക് നിർത്തേണ്ട. നമ്മുടെ NGOയിൽ ഒരു മാനേജർ പദവി ഒഴിവുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതല്ലല്ലോ പ്രശ്നം, മറിച്ച് സ്വഭാവം മോശമായതാണ്. ജീവിതം ഇവർക്ക് വലിയൊരു പാഠം നൽകിക്കഴിഞ്ഞു. ഇനിയുള്ള കാലം പാവങ്ങളെ സഹായിച്ച് ഇവർക്ക് പ്രായശ്ചിത്തം ചെയ്യാം. കാവ്യ നവ്യയുടെ കാലിൽ വീണ് കരഞ്ഞു. സ്വന്തം മകളുടെ മുന്നിൽ ഒരു അന്യയെ പോലെ നിൽക്കേണ്ടി വരുന്നതാണ് ഒരമ്മക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആദിത്യൻ നൽകിയ ആ ജോലി അവൾ വിനീതമായി സ്വീകരിച്ചു. പക്ഷെ ഓരോ ദിവസവും ആ സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ താൻ ചവിട്ടി പുറത്താക്കിയ ആ മണ്ണിലെ പൊടി നൽകുന്ന തണലിലാണ് താൻ ഇന്ന് ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് അവളുടെ അഹങ്കാരത്തെ എന്നേക്കുമായി ഇല്ലാതെയാക്കി. വർഷങ്ങൾക്കിപ്പുറം നവ്യ ഒരു സത്യസന്ധയായ ഉദ്യോഗസ്ഥയായി മാറി. ആദിത്യൻ തന്റെ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകി. കാവ്യ തന്റെ സേവനം തുടർന്നു. പദവി കൊണ്ടോ പണം കൊണ്ടോ അല്ല, മറിച്ച് ഒരാൾ മറ്റൊരാളോട് കാണിക്കുന്ന സ്നേഹവും കരുണയും കൊണ്ടാണ് മനുഷ്യൻ വലിയവനാകുന്നതെന്ന വലിയ സത്യം വിളിച്ചോതിക്കൊണ്ട് ആ കഥ അവസാനിക്കുന്നു.